ജനവിചാരം ചാനലിലെ ഇന്നത്തെ ജനവിചാരം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് തുറവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ എം പി മാർട്ടിൻ. എം പി മാർട്ടിൻ എന്ന ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്തിന്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം ഈ പഞ്ചായത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇവിടെ വരാൻ പോകുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മാർട്ടിൻ സാർ, നമ്മുടെ ജന്മചാരം ചാനലിലെ ഇന്നത്തെ ജന്മചാരം പ്രോഗ്രാമിലേക്ക് താങ്കൾ സ്വാഗതം ചെയ്യുക. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ താങ്കളുടെ മുന്നിൽ ഇരിക്കുന്നത്. കാരണം ഞാൻ തുറവൂർ ഏരിയയിൽ പുതുതായി വന്ന് താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തുറവൂർ ഏരിയയെ പറ്റി വലിയ പരിചയമൊന്നുമില്ല. ഒരു 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പൊ ഈ തുറവൂരിനെ കുറിച്ച്, തുറവൂർ ഈ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് രാജ് വന്നതിന് ശേഷമുള്ള പഞ്ചായത്തുകളുടെ ഒരു വികസനവും ആ ഒരു കാര്യത്തെ പറ്റി വളരെ ലഘുവായ രീതിയിൽ ഒന്ന് നമ്മുടെ ഓഡിയൻസിനോട് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. തുറവൂര് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള പഞ്ചായത്താണ്. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് രാജ് നിയമത്തിന് ശേഷമാണ് പഞ്ചായത്തിലെ നിയമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സാധ്യത വന്നത്. ഇതൊരു ഗ്രാമീണ പഞ്ചായത്താണ്. തുറവൂർ ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും അങ്കമാലി പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. മലയാറ്റൂർ എന്ന് പറഞ്ഞ ടൂറിസം കേന്ദ്രത്തിലേക്കും അങ്കമാലി എന്ന് പറയുന്ന പട്ടണവുമായി ബന്ധപ്പെട്ടും നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അടുത്ത ഒരു ഗ്രാമപ്രദേശം എന്ന നിലയിൽ തുറവൂർക്ക് ഒട്ടനവധി സ്റ്റീഫൻ ചേട്ടനെ പോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഈ പഞ്ചായത്തിലേക്ക് വന്ന് താമസിക്കുന്ന ഒരു സന്ദർഭം ഇപ്പോൾ ഉണ്ട്. ഇവിടുത്തെ പെർമിറ്റൊക്കെ പരിശോധിച്ചാൽ ഇവിടെ ചുറ്റുവട്ടമുള്ള ഏതൊരു പഞ്ചായത്തിനേക്കാൾ കൂടുതൽ പെർമിറ്റ് പോകുന്ന പഞ്ചായത്താണ് തുറവൂർ. അപ്പോൾ തുറവൂരിനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തന്നെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഒരു ഓടിട്ട ഓഫീസ് കെട്ടിടമാണ്. പിന്നീട് വന്ന് അത് പൊളിച്ചു കളഞ്ഞ് ഇവിടെ ഒരു ഓഫീസ് കെട്ടിടം ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ വന്ന് ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടത്തിൽ നിന്ന് നമുക്ക് എല്ലാ ഓഫീസുകളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് നമ്മൾ പുതിയ കെട്ടിടം ബഹുമാനപ്പെട്ട അങ്കമാലി MLA ശ്രീ റോജി എം ജോൺ അവർകൾ നൽകിയ 1,90,00,000 രൂപ കൊണ്ട് ഇപ്പൊ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അംഗൻവാടികൾ ഏകദേശം 21 അംഗൻവാടികളുണ്ട്. 21 അംഗൻവാടികൾക്ക് ഒരു അംഗൻവാടി ഒഴികെ, ഞാനൊക്കെ ആദ്യം പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ 2005 ഞാൻ ആദ്യം പഞ്ചായത്ത് മെമ്പറാകുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ 7 അംഗൻവാടികൾക്ക് കെട്ടിടമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഒരു അംഗൻവാടിക്ക് മാത്രമാണ് കെട്ടിടമില്ലാത്തത്. ബാക്കി എല്ലാ അംഗൻവാടികൾക്കും 2 അംഗൻവാടി എന്റെ വാർഡിലാണ്. എന്റെ വാർഡ് പറഞ്ഞാൽ 2ാം വാർഡിലാണ്. 2ാം വാർഡിൽ 2 അംഗൻവാടിക്കും കെട്ടിടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു അംഗൻവാടിക്കും കൂടി നമുക്ക് കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞാൽ സമ്പൂർണമായി അംഗൻവാടികൾക്ക് കെട്ടിടം നമുക്കുണ്ടാവും. സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാവും. അതേപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രം, ഏറ്റവും സൗകര്യപ്രദമായ കുടുംബാരോഗ്യ കേന്ദ്രം നമുക്കുണ്ട്. അത് നമ്മുടെ നാടിന്റെ സമ്പത്താണ്. അതേപോലെ തന്നെ അതിന് 45 ലക്ഷം രൂപ പെർ ഇയർ നമ്മൾ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അങ്കമാലിയുമായി ബന്ധപ്പെട്ട ഒരു വാൽനക്ഷത്രമാണ് തുറവൂർ. അങ്കമാലിയിലേക്ക് രാവിലെ ഉണർന്നാൽ വൈകുന്നേരം അവസാനിക്കുന്നത് വരെ തുറവൂരിലെ ജനത്തിന്റെ ഏകദേശം 50% ആളുകളും അങ്കമാലിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് തുറവൂരിന്റെ വികസനം ടൗൺഷിപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ടൗൺഷിപ്പിലേക്ക് പോകുമ്പോഴും നഗര വികസനത്തിനേക്കാൾ ഏറെ ഗ്രാമവികസനത്തിന് പ്രാധാന്യം കൊടുത്ത് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോയി എല്ലാ കുളങ്ങളും കെട്ടി സംരക്ഷിക്കുന്നു. പഞ്ചായത്തിന് ആവശ്യമായ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക. അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾക്ക് 6 കുടിവെള്ള പദ്ധതികൾ നമ്മൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ കുടിവെള്ളവും ജലസേചനവും പൂർണ്ണമാക്കുക എന്നതാണ് ഈ സാമ്പത്തിക വർഷത്തെ നമ്മുടെ ലക്ഷ്യം. എനിക്ക് നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ എത്ര സ്കൂളുകളുണ്ട് ഏകദേശം? പിന്നെ നമുക്ക് 11 സ്കൂളുണ്ട്. എല്ലാം ഗവൺമെന്റ് സ്കൂളുകളാണ്? ഗവൺമെന്റ് സ്കൂൾ നമുക്കില്ല. നമുക്ക് 2 ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. നമുക്ക് ഉമ്മൻചാണ്ടി സാറാണ് 2 സ്കൂളിനും സെന്റ് ജോസഫ് ഹൈസ്കൂളും അതേപോലെ തന്നെ മാർ അഗസ്റ്റിൻ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഉയർത്തിയത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. അദ്ദേഹത്തിന്റെ പ്രാപ്തിയും അദ്ദേഹത്തിന്റെ താല്പര്യവുമാണ് ഇന്ന് 2 സമ്പൂർണമായും +2 സ്കൂളുള്ള ഒരു പഞ്ചായത്തായിട്ട് മാറിയത്. സെന്റ് ജോസഫ് ഹൈസ്കൂള്, കടങ്ങൂര് സെന്റ് ജോസഫ് ഹൈസ്കൂള്, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള്, മാർ അഗസ്റ്റിൻ ഹൈസ്കൂള്, മാർ അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂള്, സെന്റ് അഗസ്റ്റിൻ UP സ്കൂള്, ഇൻഫന്റ് ജീസസ് സ്കൂള്, ശ്രീഭദ്ര LP സ്കൂള്, ഫാത്തിമ മാത LP സ്കൂള് വാതക്കാട്, അങ്ങനെ തുടങ്ങി പിന്നെ ഒരു B.Ed സ്കൂൾ, ഓക്സിലിയം B.Ed സ്കൂള്, അങ്ങനെ തുടങ്ങി സമ്പൂർണമായി വിദ്യാഭ്യാസ മേഖലയിൽ
പൊതുവിദ്യാലയങ്ങൾ നിറസാന്നിധ്യത്തോട് പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ്. ഞാനത് ചോദിക്കാൻ ഒരു കാരണം എന്താ ചോദിച്ചാൽ സ്കൂളിന്റെ കണക്ക്, കാരണം ഞാന് അങ്കമാലി ഉപജില്ലയുടെ ഒരു കണക്കെടുത്തത്. അപ്പൊ അങ്കമാലി ഉപജില്ലയിൽ എത്ര 109 സ്കൂളുകൾ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. ആ 109 സ്കൂളുകളിൽ കായിക അധ്യാപകരുള്ള 13 സ്കൂളുകളുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്കൂളിലൊന്നും കായിക അധ്യാപകരില്ല. അതായത് ഇന്നത്തെ കാലത്ത് നല്ല ആരോഗ്യമില്ലാത്തൊരു മനസ്സിൽ അല്ലെ ശരീരത്തിൽ നല്ലൊരു മനസ്സും നല്ലൊരു ബ്രെയിനും ഡെവലപ്പ് ആവില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായ ഒരു കായിക വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ വന്നാൽ അത് നമ്മൾ വരും തലമുറയോട് ചെയ്യുന്ന ഒരു വലിയൊരു ഇതായി പറയാം, ഒരു തെറ്റായി. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിക്കാൻ പറ്റും? ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് ചേട്ടൻ പറഞ്ഞതുപോലെ അത് വളരെ പ്രാധാന്യമുള്ള സബ്ജക്റ്റാണ്, വിഷയമാണ്. കാരണം നമ്മുടെ നമ്മുടെ സ്കൂളുകളിൽ മാർക്സിന്റെ സ്കൂള് കായിക അധ്യാപകരുണ്ട്. അതേപോലെ തന്നെ സെന്റ് ജോസഫ് HSൽ ഇപ്പോൾ ഈ വർഷം തോമസ് മാഷ് റിട്ടയർ ചെയ്യാണ്. ഇവിടെ സെന്റ് ജോസഫ് UPSലും ഉണ്ട് കായിക അധ്യാപകനുണ്ട്. എങ്കിലും എല്ലാ വിദ്യാലയങ്ങളും കായിക അധ്യാപകരില്ലെങ്കിലും ഞാൻ പറയുന്നത് ഹൈസ്കൂളിലെങ്കിലും കായിക അധ്യാപകരെ പോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള UP സ്കൂളിലും കായിക അധ്യാപകരെ പോസ്റ്റ് ചെയ്യാനുള്ള നിലപാട് സർക്കാർ എടുക്കണം. അതോടൊപ്പം സർക്കാരിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കാൻ പഞ്ചായത്തും അതേപോലെ തന്നെ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അതിന് താല്പര്യമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. ഞാനിത് മാർട്ടിൻ സ്പെഷ്യലി ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരും പുതിയ ഗവൺമെന്റിന്റെ ഭരണം തീരാൻ പോവാണ്. ഇനി അവരോട് ഒന്നും ചോദിക്കാനോ പറയാനോ ഒരു സമയമില്ല. പക്ഷെ പുതിയൊരു ഗവൺമെന്റ് വരുമ്പോഴെങ്കിലും ഈ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കപ്പെടണം. തീർച്ചയായും നമ്മുടെ MLA റോജി എം ജോൺ ആയിരിക്കും. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗമായി മാറും. അപ്പൊ അദ്ദേഹത്തിലേക്ക് സ്വാധീനിക്കാനും ആ പഞ്ചായത്ത് തല തീരുമാനങ്ങൾ എത്തിക്കാനും ഒക്കെ മാക്സിമം നമ്മൾ ശ്രമിക്കും. എന്തായാലും സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞ ആശയം സമൂഹത്തിലെ ക്ഷേമകരമായ ക്രമീകരണത്തിന് കായിക വിദ്യാർത്ഥികൾ വളർത്തേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്വമായി തിരിച്ചറിയുന്നുണ്ട്. അതിനാവശ്യമായ എല്ലാ നടപടിയും നമ്മൾ സ്വീകരിക്കും. ഇനി നമ്മള് കഴിഞ്ഞ ഒരു 5 വർഷം നമ്മളിവിടെ കുറെ അധികം പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ചിലപ്പോൾ ഈ വർഷവും ഉണ്ടായിരിക്കുന്ന പദ്ധതികൾ തീരുക. അങ്ങനെയുള്ള 1-2 പ്രധാന പദ്ധതികളെ പറ്റി പറയുന്നത് നമുക്ക് കുറെ പദ്ധതികളുണ്ട്. ഒന്ന്, നമ്മുടെ ഇവിടെ ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വാതക്കാട് SC വിഭാഗം താമസിക്കുന്ന സങ്കേതത്തിലേക്കുള്ള റോഡ് ഏകദേശം 47 ലക്ഷം രൂപ മുടക്കിയാണ് ആ റോഡ് ഉണ്ടായത്. അവിടെ വലിയ പ്രശ്നമുണ്ട്. ഭൂമി കൊടുത്തത് സർക്കാർ, വീട് കൊടുത്തത് സർക്കാർ. പക്ഷെ നെൽവയൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റോഡിന് അനുവാദം കൊടുക്കാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെന്റിന് അനുവാദം കിട്ടുന്നു. അങ്ങനെ അനുവാദം കിട്ടാതെ വന്നപ്പോ MLA ഇവിടെ ഒരു പൊതുയോഗം വിളിക്കുകയും വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, LLMC അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ അടങ്ങുന്ന യോഗം MLA ശ്രീ റോജി എം ജോൺ പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിന്റെ ഏകകണ്ഠമായ തീരുമാനം ബന്ധപ്പെട്ട MLAയുടെ കത്തുൾപ്പെടെ സംസ്ഥാന നെൽവയൽ കമ്മിറ്റിക്ക് മുമ്പിൽ എത്തിച്ചിട്ട് അത് തിരസ്കരിക്കുകയായിരുന്നു ചെയ്തത്. അത് തിരസ്കരിച്ചപ്പോൾ ഈ പാവങ്ങളായ 10-26 കുടുംബങ്ങൾ താമസിക്കുന്നിടത്തേക്ക് ഈ കവുങ്ങ് തടിയുമ ചവിട്ടിക്കൊണ്ടാണ് അവർ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സൗകര്യമില്ല, വയോധികർക്ക് നടക്കാൻ ഇടമില്ല, അവർക്ക് നടന്നു പോകാൻ സാഹചര്യമില്ല. ചാലുകൾ, അടുത്തുപിടിച്ച ചാലുകളിലൂടെ വീടുകളിലേക്ക് പോകേണ്ട സാഹചര്യം ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ MLA ചോദ്യം ചെയ്യുകയും ശ്രദ്ധ ക്ഷണിക്കുകയും അതിൽ പരാതി കൊടുക്കുകയും ചെയ്ത് അവിടെ നിന്ന് അനുകൂലമായി ഉത്തരവ് വാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് 30 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 17 ലക്ഷം രൂപയും വെച്ച് 47 ലക്ഷം രൂപ വെച്ചാണ് ആ റോഡ് പൂർണ്ണ തോതിൽ 800ഓളം മീറ്റർ വരുന്ന റോഡ് പൂർത്തീകരിച്ച് നൽകിയത്. ഇന്നലെ അതിന്റെ ഉദ്ഘാടനമായിരുന്നു. ശ്രീ റോജി എം ജോൺ MLA ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതേപോലെ തന്നെ കുടിവെള്ളം വളരെ അഴുക്കുപിടിച്ച അയൺ കണ്ടന്റുള്ള വെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ആ വെള്ളത്തിന് പകരമായിട്ട് വേറൊരു കിണറിൽ നിന്ന് വെള്ളം സപ്ലൈ ചെയ്ത് മോട്ടോർ പമ്പ് ചെയ്ത് ടാങ്ക് പണിത് എല്ലാ കുടുംബങ്ങളിലേക്കും പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി നടത്താൻ. അതേപോലെ വഴിവിളക്ക്, അവരെല്ലാ വീടുകളുടെ മുമ്പിലുള്ള പോസ്റ്റുകൾ വഴിവിളക്ക് കത്തിച്ചു. അത് വലിയ മാനുഷികമായ വികസനമായിട്ടാണ് ഞങ്ങൾക്ക്, ഹൃദയസ്പർശിയായ വികസനമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനം, അതേപോലെ വിവിധ 100ഓളം വരുന്ന ഗ്രാമീണ റോഡുകളുടെ വികസനം, ഹരിത കർമ്മസേന രൂപം കൊടുത്ത് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പദ്ധതിക്ക് കരുത്താർജിച്ചത്, അതേപോലെ നമ്മുടെ പഞ്ചായത്ത് സ്റ്റേഡിയം മനോഹരമാക്കി ക്രമീകരിച്ചത്,
ആറോളം വരുന്ന അംഗൻവാടി കെട്ടിടങ്ങൾക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കിയത്. അങ്ങനെ നിരവധി 6 കുടിവെള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തത്. ഈ നിരവധിയായ കാര്യം 4-5 കുളങ്ങൾ കെട്ടി സംരക്ഷിച്ചു. വട്ടക്കുളം ഏകദേശം 2005 തുടങ്ങിയ ആളുകൾ ആവശ്യപ്പെടുന്ന വട്ടക്കുളം, ആ വട്ടക്കുളം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഏകദേശം ഒരു 16 ലക്ഷം രൂപ മുടക്കി ആ കെട്ടി സംരക്ഷിച്ച് സാന്നിധ്യത്തോട് വെള്ളമുണ്ട്. അവിടെ ഒരു ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു. കോഴിക്കുളം പദ്ധതിയുടെ ഡെവലപ്മെന്റ്, അങ്ങനെ നിരവധി പറയാനുണ്ട്. ഇപ്പൊ സ്റ്റേഡിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ ശ്രദ്ധയിലുള്ള ഒരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മിനി സ്റ്റേഡിയത്തിന്റെ കാര്യമല്ല, മിനി സ്റ്റേഡിയത്തില് ഹരിതകർമ്മ സേനയുടെ വേസ്റ്റ് ഇത് കൊണ്ടുവന്ന് ശേഖരിച്ച് അവിടെ വെച്ചിരിക്കുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നൊക്കെ എന്നോട് ഒരാള് പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞിരുന്നു? ആളുടെ പരാതി ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് വേറൊരു സൗകര്യം ഇപ്പോൾ നിലവിൽ ഇല്ല. അപ്പോ ഈ MCF അവിടെ ലഭ്യമായ സൗകര്യത്തിൽ ഒരുക്കിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമുക്ക് ഈ പഞ്ചായത്തിന്റെ ദുരുപയോഗം എന്ന് പറഞ്ഞ ഒരു കുറവ് എന്ന് പറഞ്ഞ പൊതു ഭൂമികൾ നമുക്ക് ലഭ്യതയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് MCF സ്ഥാപിക്കാൻ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗം അതിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. ആ തടസ്സങ്ങൾ മാറ്റാനും പുതിയ MCF സ്ഥാപിക്കാനുള്ള നടപടിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സർക്കാരിലേക്ക് പല ഭൂമികളുടെയും ശ്രദ്ധ ചെലുത്തിയുണ്ട്. മലയാറിന്റെ കിടക്കുന്ന ഭൂമി, അങ്ങനെ മറ്റ് ഇറിഗേഷന്റെ ഭൂമി, അതൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമായ നടപടി അനുവാദം ഗവൺമെന്റ് തന്നാൽ നമ്മൾ MCF അവിടെ സ്ഥാപിച്ച് ഈ സ്റ്റേഡിയത്തിൽ നിന്ന് MCF മാറ്റാനുള്ള അംഗനവാടിക്ക് ഒരു വാർഡിൽ നമുക്ക് ബിൽഡിംഗ് ഇല്ലാന്ന് പറയും. അപ്പൊ ഈ ഒരു സാമ്പത്തിക ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു പുതിയ ബിൽഡിംഗ് വരാനുള്ള സാധ്യതയുണ്ടോ? പൂർണ്ണമായും നമ്മൾ മാക്സിമം ശ്രദ്ധ കൊടുക്കുന്നത്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടൗണുമായി ബന്ധപ്പെട്ടാണ് അംഗൻവാടി നിൽക്കുക. ടൗണിൽ വില സ്റ്റീഫൻ ഞാൻ അറിയാൻ പറ്റും, ഭയങ്കര വിലയാണ് ഭൂമിക്ക്. സ്വാഭാവികമായിട്ട് ഭൂമി അംഗൻവാടിക്ക് വേണ്ടി മേടിക്കാനുള്ള അനുവാദം ഞങ്ങൾക്കില്ല. അപ്പൊ സ്വാഭാവികം മേടിക്കാൻ ശ്രമിച്ചാലും മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് സർക്കാർ കാണുകയും ചെയ്യില്ല. ആ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഡൊണേറ്ററെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു സ്പോൺസറെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു 3 സെന്റ് ഭൂമി കിട്ടാനുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കെട്ടിടമാക്കി കഴിഞ്ഞാൽ നമുക്ക് സമ്പൂർണ്ണ അംഗൻവാടിക്കുള്ള കെട്ടിടങ്ങളുള്ള സ്വന്തമായി കെട്ടിടങ്ങളുള്ള ഒരു പഞ്ചായത്താക്കി നമുക്ക് ഈ പഞ്ചായത്ത് മാറ്റാൻ കഴിയും. വളരെ കരുതലോട് കൂടിയുള്ള ശ്രദ്ധ നമ്മൾ ആ കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. അപ്പൊ അതുപോലെ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഓഫീസ് ബിൽഡിംഗ് അടുത്തൊരു സാമ്പത്തിക വർഷം കൊണ്ട് തീരാനുള്ള സാധ്യതയുണ്ടോ? പിന്നെ ഈ കെട്ടിടം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സ്ട്രക്ചർ പൂർത്തീകരിക്കും. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കും. ഫർണിച്ചർ കാര്യങ്ങൾക്ക് നമ്മൾ ഫണ്ട് വെക്കേണ്ടതുണ്ട്. അത് MLAക്ക് വെക്കാൻ കഴിയില്ല. ഈ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും MLA അത് തീർത്തു തരാൻ കഴിയുന്ന സന്മനസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 2ാം നില വാർക്ക നടക്കാൻ പോവുകയാണ്. അത് തേപ്പ്, ടൈല്, അതിന്റെ മുറ്റം ടൈല്, കോമ്പൗണ്ട് വാള്, മറ്റ് ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിങ്, അതൊക്കെ MLAയുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രക്ചറിൽ അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ടും ബാക്കി വരുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് അതിന്റെ സ്ട്രക്ചർ വൈസ് അതിന്റെ അടുത്ത ഇന്റീരിയൽ വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് പദ്ധതി വെച്ച് നടപ്പാക്കണം. ഒരു അടുത്ത സാമ്പത്തിക വർഷം അവസാനിക്കാറാകുമ്പോഴേക്കും നമുക്ക് ഈ ഓഫീസ് കെട്ടിടങ്ങളൊക്കെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇപ്പോ അടുത്തൊരു 2 മാസത്തിനുള്ളിൽ അല്ലെ 1-2 മാസത്തിനുള്ളിൽ കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോവാ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് തോന്നുന്നു അങ്കമാലിയിലെ എല്ലാ പഞ്ചായത്തുകളും UDF ജയിച്ച പഞ്ചായത്തുകളാണ്. എല്ലാ പഞ്ചായത്തുകളല്ല, ഒരു പഞ്ചായത്ത് ഒഴികെ അയ്യമ്പുഴ പഞ്ചായത്ത് ഒഴികെ. അപ്പൊ നമ്മുടെ ടോട്ടൽ 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി. അപ്പോ ഇവിടെ 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ഉള്ള ഈ ഒരു മേഖലയിൽ എനിക്ക് തോന്നുന്നു 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി UDF ആണ് ഭരിക്കുന്നത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDF ജയിക്കുമെന്ന് കരുതാൻ പറ്റുമോ? ഒരു UDF മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് വളർത്തിയെടുത്ത ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പതാകയല്ലാതെ പാറിയത് വളരെ മൈനറായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ചും ഇപ്പോൾ ഗവൺമെന്റിനെതിരെയുള്ള വളരെ ജനവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന ഒരു UDF മണ്ഡലമായിരിക്കും അങ്കമാലി. അതിലൊരു തർക്കത്തിനോ സംശയത്തിനോ ഇടമില്ല. ഈ തുറവൂർ ഭാഗത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി മനസ്സിലുണ്ടോ? നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇവിടെ തീർച്ചയായും നമുക്ക് വേണം
എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്ന പദ്ധതി? പിന്നെ നമ്മുടെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് കോഴിക്കുളമാണ്. നമുക്ക് കുളങ്ങളുടെ പുറവൂര് എന്ന് പറഞ്ഞാൽ ഊര്, പുറകളുടെ ഊര് എന്നാണ് പുറവൂര് എന്നറിയപ്പെടുന്നത്. ഒട്ടേറെ പുറകളിൽ നിന്നുള്ള ഒരു പഞ്ചായത്ത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ആറാട്ടുപുഴ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഓരം ചേർന്ന് പോകുന്നു. ആ ആറാട്ടുപുഴ അങ്കമാലിലെത്തുമ്പോൾ ചേരിക്കാവിലെത്തുമ്പോൾ അവിടുത്തെ പുഴയുടെ പേര് വേറെ, പിന്നെ മാഞ്ഞാലി എത്തുമ്പോൾ മാഞ്ഞാലിപ്പുഴയായി മാറും. അങ്ങനെ ഈ ആറാട്ടുപുഴ തുറവൂർ പഞ്ചായത്തിൽ ഓരം ചേരുന്നു. ഏകദേശം 62 കോടി രൂപയുടെ നബാർഡിന് വേണ്ടിയിട്ടുള്ള ആ എസ്റ്റിമേറ്റും ക്രമീകരണവും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ അത് നമ്മുടെ സ്വപ്നത്തിൽ നിൽക്കുന്നെങ്കിൽ പോലും നമ്മുടെ ബാധ്യതയിൽ നിൽക്കുന്ന കാര്യമല്ല, നമ്മുടെ ഇടത്തിൽ നിൽക്കുന്ന കാര്യമല്ല, വലിയ ബാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിന് കീഴിൽ നിൽക്കുന്ന കാര്യമല്ല. എങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി MLA-യുടെയും MP-യുടെയും സർക്കാരിന്റെ ഒക്കെ ശ്രദ്ധയിലും നബാർഡ് പോലെയുള്ള സഹായ പദ്ധതികളുടെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കോഴിക്കുളമാണ് നമ്മുടെ മാസ്റ്റർ പ്രോജക്റ്റ്. 1 കോടി രൂപയെങ്കിലും മുടക്കേണ്ടി വരും. ആ കോഴിക്കുളം മറ്റേ അമ്യൂസ്മെന്റ് പാർക്ക് അല്ലെങ്കിൽ കോഴിക്കുളം ഹാപ്പിനെസ് പാർക്ക് എന്നുള്ള രീതിയിൽ അതിനെ ക്രമീകരിച്ചെടുക്കാൻ വേണ്ടി പറയാം. ഈ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ, നീന്തൽ സൗകര്യം ഉണ്ടാക്കാൻ, സായാഹ്നങ്ങളിൽ എല്ലാവർക്കും വന്നിരുന്ന് സംസാരിക്കാൻ, ഒരു വ്യായാമം ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പൺ ജിം ഉണ്ടാക്കി വെക്കാൻ. അപ്പോൾ ആ കോഴിക്കുളം എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലാക്കണമെന്നൊരു സങ്കല്പവും സ്വപ്നവും നമ്മുടെ മനസ്സിലുണ്ട്. അതിനാവശ്യമായ ക്രമീകരണം നമ്മൾ എസ്റ്റിമേറ്റൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഫണ്ട് കിട്ടാനുള്ള സോഴ്സ് അന്വേഷിച്ചിട്ട് അതിനാവശ്യമായ നടപടികൾ ചെയ്യും. അപ്പോ എന്തായാലും മാർട്ടിൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ജനവിചാരം എന്ന ചാനൽ വഴി ഇന്നത്തെ ജനവിചാരത്തിന് അതിഥിയായി വന്ന് ഇങ്ങനെ ഒരു അവസരം തന്ന മാർട്ടിൻ ഭായിയോടുള്ള സന്തോഷവും കടപ്പാട് ഞാൻ അറിയിക്കാൻ. തീർച്ചയായിട്ടും ഈ വരും വർഷങ്ങളിൽ നമ്മുടെ തുറവൂർ പഞ്ചായത്തിന് വലിയ ഉന്നതികൾ ഉണ്ടാകട്ടെ, പുതിയ പുതിയ പദ്ധതികൾ നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കട്ടെ. ഇവിടെ UDF ഭരണമാണ് ഇനി സംസ്ഥാനത്ത് വരുന്നതെങ്കിൽ അത് മുതലെടുത്തുകൊണ്ട്, കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് ആണ് അവിടെ വരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതെല്ലാം പ്രയോജനപ്പെടുത്തി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പോ തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MP മാർട്ടിൻ സാറുമായി നടത്തിയ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു ഗസ്റ്റുമായി എത്തുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.